അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശരിക്കും ജസീർ പെട്ടുപോയി എന്ന് തന്നെ പറയാം. അവൻ്റെ അതിക്രമങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ അള്ളാഹു ശിക്ഷ കൊടുക്കും എന്നത് എല്ലാവർക്കും നന്നായിട്ടറിയാം. പാവം നിരപരാധിയായ പ്രിയപ്പെട്ട ഭാര്യ, അവൾ ഹാദിയയെ വളരെയധികം ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുവാനും അവൾ ഒരുപാട് വേദനിപ്പിക്കുവാനും അവൻ കൂടുതലായിട്ട് അതൊരു ഹോബിയായി കണ്ടെത്തിയിരുന്നു. അതായിരുന്നു ജസീറിൻ്റെ ഇഷ്ടവും. അവളെ ആ AC റൂമിൽ തണുപ്പിൽ ഒറ്റയ്ക്ക് കിടത്തുക, ഒരു പുതുപ്പിൻ്റെ കഷ്ണം പോലും കൊടുക്കാതെ അവളുടെ കൂടെ കിടക്കാതെ, അല്ലെങ്കിൽ അവളുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളൊന്നും സാധിപ്പിച്ചു കൊടുക്കാതെ വളരെയധികം മോശമായ രീതിയിലായിരുന്നു അവൻ്റെ പെരുമാറ്റം. എന്നാൽ അതെല്ലാം കണ്ട് അവൻ്റെ ഉമ്മയും കുറച്ച് സന്തോഷിക്കുന്നുണ്ട്. അല്ലെങ്കിലും ചില ഉമ്മമാരങ്ങനെയാണ്. ഭാര്യമാരോട് മക്കൾ മോശമായി പെരുമാറുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി അവർ അതങ്ങ് നോക്കിക്കാണും, അവർ അതിൽ ആസ്വദിക്കും. ഒരു വിഭാഗം ഉമ്മമാരും അങ്ങനെ തന്നെയാണ്. മരുമക്കളെ ചീത്ത പറയുമ്പോൾ, അടിക്കുമ്പോൾ അതവർ ആസ്വദിക്കുക പതിവാണ്. എന്നാൽ എല്ലാവരും അങ്ങനെയെന്നല്ല. എന്നാൽ നമ്മുടെ ജസീറിൻ്റെ ഭാര്യ കഷ്ടപ്പെടുന്നത് ഒത്തിരി സന്തോഷത്തോടു കൂടി ജസീറിൻ്റെ ഉമ്മ നോക്കിയിരുന്നു. എന്നാൽ വളരെയധികം ദേഷ്യത്തോടെയായിരുന്നു അവൻ ആ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വന്നത്. അത്രക്കും ദേഷ്യം അവനിൽ തല്ലിയിരുന്നു. ഒരിക്കൽ പോലും ഞാൻ പിടികൊടുക്കേണ്ട ആളല്ല. എൻ്റെ വക്കീൽ അയാൾ നൈസായിട്ട് മുങ്ങിയിരിക്കുന്നു. ലക്ഷങ്ങൾ ഞാൻ അയാൾക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഒരു ഉപകാരവുമില്ലാതെ എൻ്റെ ക്യാഷെല്ലാം നഷ്ടപ്പെട്ട് എന്നെ ഒരിക്കലും പിടികൊടുക്കില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും സേഫ്റ്റി ഉണ്ടാകുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇത്രയും നൈസായിട്ട് തന്നെ ആരോ ഒറ്റുകൊടുത്തതാണ് എന്നുള്ള ഒരു മനസ്സിലെ തോന്നലും അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ അത് മറ്റാരുമായിരുന്നില്ല. നമ്മുടെ ഹാദിയ ഡയമണ്ട് നെക്ലേസ് കൊടുത്ത് സഹായിച്ച ആ ഒരു പെണ്ണ്, ഷാന, അവളായിരുന്നു. പെട്ടെന്ന് അവൻ പിടിയിലായ വിവരവും അതെല്ലാം പെട്ടെന്ന് പോലീസിനോട് പറഞ്ഞ് ഇവിടെ നിന്നൊരു കക്ഷി രക്ഷപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞതും എല്ലാം എളുപ്പമാക്കി കൊടുക്കാൻ ഷാനയും സഹായിച്ചു. കാരണം ഇനിയൊരിക്കലും ഞാൻ നിൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെയധികം മോശമായിട്ട് അവൻ ചിത്രീകരിച്ചിരുന്നു. ശരിക്കും ഷാനക്കും അവനോട് വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഷാന അവൾ ഒരിക്കൽ പോലും ഇനി ഞാൻ തെറ്റുകളിലേക്കൊന്നും പോകില്ല എന്ന് പറഞ്ഞ് അവൾ പ്രതിജ്ഞ എടുത്തപ്പോൾ, എന്നാൽ ജസീർ അവളെ വിളിച്ചിരുന്നു. നിനക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിയപ്പോൾ നീ അങ്ങ് മുങ്ങില്ലേ, വെറുതെ വിടില്ല, ഞാൻ കൂട്ടത്തോടെ ഞാൻ ഇല്ലാതാക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിൽ തൻ്റെ സുഖമില്ലാത്ത ഭർത്താവ്, കുഞ്ഞുങ്ങൾ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കാലത്ത് ഞാൻ തെറ്റ് ചെയ്തിരുന്നു. ശരിയാണ്, പണത്തിന് വേണ്ടി തെറ്റ് ചെയ്യേണ്ടി വന്നു. ഒരിക്കൽ പോലും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചതല്ല. എന്നെ ശരിക്കും അവൻ വിളിച്ചത് എനിക്ക് എൻ്റെ വീട്ടുജോലിക്ക് അല്ലെങ്കിൽ റിസോർട്ട് ക്ലീനിങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത്. എനിക്ക് ഒരു പ്രൊമോഷൻ എൻ്റെ റിസോർട്ടിന് വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട്, എന്നാൽ അവൻ്റെ ആവശ്യം അതൊന്നുമല്ലായിരുന്നു. അവൻ്റെ ആവശ്യം അവൻ വേണ്ട രീതിയിൽ നിറവേറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് അവൻ പണക്കെട്ടുകൾ വാരിയെറിഞ്ഞു. എന്നാൽ പണം കണ്ട് മഞ്ഞളിച്ച ഞാനും അതിലങ്ങ് കുടുങ്ങിപ്പോയി. ഒരു നിമിഷം എൻ്റെ ഭർത്താവിനെയും മക്കളെയുമെല്ലാം ഞാൻ മറന്നു. എന്നാൽ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ കൈനിറയെ പണവും സമ്മാനങ്ങളുമായി ഞാൻ എൻ്റെ മക്കളെ കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നോട് ദയനീയമായി ചോദിക്കുകയായിരുന്നു, ഷാന, ഇതെല്ലാം മോളെ നിനക്ക് എവിടെ നിന്നാണ്? ഞാൻ കിടപ്പിലാകുന്ന സമയത്ത് നീ തെറ്റായ ജോലിക്ക് വല്ലതും പോകുന്നുണ്ടോ എന്നുള്ള ഭർത്താവിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഞാൻ ഉത്തരം മുട്ടിപ്പോയിരുന്നു. കാരണം നല്ല രീതിയിൽ സ്നേഹത്തോടെ എന്നെ സംരക്ഷിച്ച ഭർത്താവായിരുന്നു അദ്ദേഹം. പക്ഷേ എന്തു ചെയ്യാൻ, പണത്തിന് വേണ്ടി തെറ്റുകൾ ചെയ്യുന്ന ആ ഒരു കൂട്ടത്തിൽ ഞാനങ്ങ് പെട്ടുപോയി എന്ന് തന്നെ പറയാം. എന്നാൽ നിരന്തരം തന്നെ ജസീർ വിളിക്കാറുണ്ടായിരുന്നു. ഒടുവിൽ എന്നോട് പറഞ്ഞു, കല്യാണത്തിൻ്റെ അന്ന് നീ വളരെയധികം സുന്ദരിയായി വിലപിടിപ്പുള്ള ഡ്രസ്സും കാര്യങ്ങളുമെല്ലാം അണിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് സ്റ്റേജിലേക്ക് വന്ന് എന്നെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണം, എന്നോട് ചേർന്ന് നിൽക്കണം. എന്താ, അതെന്തിനാ? അങ്ങയുടെ കല്യാണത്തിന് ഞാൻ വരുമ്പോൾ
ആ പെണ്ണിന് എത്രമാത്രം വിഷമമുണ്ടാകും എന്ന് പറഞ്ഞപ്പോഴും അവൻ പറഞ്ഞത്, അതൊന്നും നീ നോക്കണ്ട, നിനക്ക് ക്യാഷ് വേണോ? അപ്പോൾ തന്നെ അവൻ നോട്ടുകൾ എൻ്റെ അടുത്തേക്ക് എറിയുകയായിരുന്നു. എന്നാൽ അത് കണ്ടപ്പോൾ എനിക്കും എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വിചാരിച്ചു, പണത്തിന് വേണ്ടിയല്ലേ എല്ലാം എന്ന് കരുതി ഞാനന്നൊരു വേഷം കെട്ടും നടത്തി അവനോട് സ്നേഹമുള്ളതുപോലെ ഞാനങ്ങ് അഭിനയിക്കുകയും ചെയ്തു. എന്നാൽ ഇതെല്ലാം ഒരു പെണ്ണിൻ്റെ ജീവിതം തകർക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ശരിക്കും ഷാനക്കും വല്ലാത്ത സഹതാപം തോന്നി. അന്ന് ഹാദിയ നൽകിയ ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള ഡയമണ്ട് നെക്ലേസ്, അവൾ എന്നോട് പറഞ്ഞ വാക്ക്, ഷാന പിന്നെ നിൻ്റെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നിനക്കിതുകൊണ്ട് തീരുമാനെങ്കിൽ തീരണം. പിന്നീട് ഒരിക്കലും നീ തെറ്റിലേക്ക് പോകരുത്. കാരണം തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വേർപ്പെടുക എന്ന് പറഞ്ഞാൽ മോളെ വല്ലാത്തതാണ്. ജീവിതത്തിൽ തെറ്റ് വരാതെ സൂക്ഷിച്ചാൽ, എന്നും പവിത്രതയോടെ സൂക്ഷിച്ചാൽ ആ ഒരു അഭിമാനം അത് വേറെ തന്നെയാണ്. ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മരണം വരെ അത് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും. അതെ, ഞാൻ ഇങ്ങനെയൊരു തെറ്റ് ചെയ്തല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഇനി കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഒരിക്കലും വേറൊരു തെറ്റിലേക്ക് നീ വീഴരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എൻ്റെ ഭർത്താവ് എന്ന പേരുള്ള അയാളുടെ സ്നേഹം എനിക്ക് കിട്ടുവാനോ അല്ലെങ്കിൽ നിന്നെ അതിൽ നിന്ന് അകറ്റുവാനോ അല്ല ഒരിക്കൽ പോലും. ഇപ്പോൾ കൃത്യമായും വ്യക്തമായും മനസ്സിലായി തുടങ്ങി. അതെ, അവനെ കുടുക്കിയത് ഷാന തന്നെയാണ്. ഷാനയുടെ അടുത്ത് അഭയം പ്രാപിച്ചു. അതെ, മറ്റേ പെണ്ണിൻ്റെ അടുത്തും അഭയം പ്രാപിച്ചപ്പോൾ 2-3 ദിവസം കുഴപ്പമില്ല. 3-ാം ദിവസമായപ്പോൾ അവൾ മാറാൻ പറഞ്ഞു. എന്നാൽ ഷാനയുടെ അടുത്തെത്തിയപ്പോൾ അവൾ ആ നിമിഷം തന്നെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ തന്നെയായാലും അതാ അവരുടെ ജീവിതം, ഷാനയുടെ ജീവിതം ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഹാദിയ നൽകിയ ആ ഒരു ഡയമണ്ട് നെക്ലേസ് വിറ്റിട്ടാണെങ്കിലും അവളതാ ജീവിതം നല്ല രീതിയിൽ നിറവേറ്റുന്നു. കടങ്ങളെല്ലാം വീട്ടി തൻ്റെ ഭർത്താവിൻ്റെ ചികിത്സക്ക് ആവശ്യമായ പണം അതിൽ നിന്ന് കണ്ടെത്തി. എന്തെന്നറിയില്ല, സത്യസന്ധമായി തന്നതുകൊണ്ടായിരിക്കാം നല്ല ബർക്കത്തുണ്ടായിരുന്നു ആ ഒരു ക്യാഷിന്. എന്നാൽ ഈ സമയം അതാ ജസീറിനെ നേരെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചതിന് ശേഷം കോടതിയിലേക്ക് ഹാജരാക്കുകയാണ്. സമയം 10:30. അതെ, അവനെ അതാ നേരെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. ചുറ്റുഭാഗത്തും ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ അവനോട് കൂറുള്ളവരുമുണ്ട്, അവനോട് ദേഷ്യമുള്ളവരുമുണ്ട്. അതെ, ഒരുപാട് ആളുകളെ അവൻ പണം കൊടുത്ത് അങ്ങ് മയക്കിയല്ലോ. എന്നാൽ ഇനി ഒരിക്കൽ പോലും അവൻ വിട്ടുപോകരുത് എന്നതായിരുന്നു റിസ്വാന വക്കീലിൻ്റെ ആവശ്യം. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ റിസ്വാന വക്കീൽ കടന്നു വരുന്നു. അവൻ അതാ അഴിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് കോടതിയിലേക്ക്. റിസ്വാന വക്കീൽ ധൈര്യത്തോടു കൂടി അതാ കോടതിയിലേക്ക് വരുന്നു. ബഹുമാനപ്പെട്ട കോടതി, അങ്ങേക്ക് മുമ്പിൽ ഞാനൊരു കാര്യം സമർപ്പിക്കുന്നു. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ വെറുതെ ആവശ്യമില്ലാതെ പീഡിപ്പിക്കുകയും അവളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ ജസീർ എന്ന പേരുള്ള ഈ ഒരു ക്രിമിനലിനെ ഞാൻ കോടതിക്ക് മുമ്പാകെ എത്തിച്ചിരിക്കുന്നു. എന്നാൽ അതിനിടയ്ക്ക് പോലീസ് ഉദ്യോഗസ്ഥർ അത് പറയുന്നു. മേഡത്തിൻ്റെ കാര്യം പറയൂ, മേഡത്തെ ഉപദ്രവിച്ചതും തട്ടിക്കൊണ്ടേതും. നോ, അതിപ്പോൾ പറയേണ്ട, അത് പറയേണ്ട ആവശ്യമില്ല. അതിനു മുമ്പ് തന്നെ ഈ ഒരു കാര്യമാണ് എനിക്ക് തെളിയേണ്ടത്. അതെ, മറ്റുള്ളവരുടെ കാര്യം, വേദനിക്കുന്ന ഹൃദയങ്ങളെ അതാണ് ചേർത്ത് പിടിക്കേണ്ടത്. എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. പക്ഷേ കാലുകളെല്ലാം ഒടിഞ്ഞ രീതിയിൽ വീൽ ചെയറിലിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഒരു കുഴപ്പവുമില്ലാതെ ഉപ്പയും ഉമ്മയും ആറ്റുനോറ്റ് ഉണ്ടാക്കിയ ഒരു പെൺകുട്ടി. ആ കുട്ടിയുടെ ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിച്ച്, അതെ, അവൾക്കൊരു പുതിയ ജീവിതം കൊടുക്കാൻ പോലും സമ്മതിക്കാതെ ഒരിക്കലും അവൾ രക്ഷപ്പെടരുത് എന്നറിഞ്ഞുകൊണ്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ച ഈ ഒരു ക്രിമിനൽ. എന്നാൽ അതാ റിസ്വാന വക്കീലിൻ്റെ ആ ഒരു വാദത്തിന് മുമ്പിൽ അറിയാതെ ജസീർ അവളുടെ ആ മനോഹരമായ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് പറഞ്ഞു, റിസ്വാന വക്കീൽ, വെറുതെ വിടില്ല ഞാൻ നിന്നെ ഉണ്ടല്ലോ, ഞാൻ നിന്നെ കെട്ടിക്കളയും ആദ്യം. എന്നിട്ട് കെട്ടിയിട്ട് നിന്നെ ഒന്ന് പീഡിപ്പിക്കാനുണ്ട് എനിക്ക്, ഇഞ്ചിഞ്ചായി മരിക്കുന്ന രീതിയിൽ. റിസ്വാന, നീ എന്താ വിചാരിച്ചത്? നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ നീ എൻ്റെ കസ്റ്റഡിയിൽ വരും. അവൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ റിസ്വാന വക്കീലിന് ദേഷ്യവും വന്നു. ദേഷ്യം വന്നിട്ട് അവൾ ഒരു നിമിഷം കൂടി പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ബോധിപ്പിക്കുവാനുണ്ട്. അതിനു മുമ്പായിട്ട് ഇവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് പറയണം. കാരണം ഒരു കുട്ടിയുടെ ജീവൻ അപകടത്തിലാകുന്ന രീതിയിലാണ് ഇവൻ ലോറി എടുത്ത് കാറിന്
പിന്നിലിടിച്ച് അവളുടെ കൈകാലുകൾ ഒടിച്ചതും എല്ലാം. അവളുടെ സംസാരശേഷി, ബോധം എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ അവൾ പുതിയതായിട്ട് ഒന്ന് റെഡിയായിക്കൊണ്ട് വരികയാണ്. എന്നാൽ അവൻ്റെ ഇത്രക്കും ദുഷ്ടമായ പ്രവൃത്തി എന്താ? ഇതിനെന്ത് ശിക്ഷയാണ് കൊടുക്കാനുള്ളത്? റിസ്വാൻ വക്കീലിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ശരിക്കും കോടതി ഒന്ന് ഭയന്നു. ജഡ്ജി ഒരു നിമിഷം നോക്കി. എന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാവില്ല. അതിൻ്റെ തെളിവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇദ്ദേഹത്തിന് പറ്റുന്ന ശിക്ഷ കൊടുക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ജഡ്ജിയുടെ ആ ഒരു വാക്കിന് മുമ്പിൽ ഒരു നിമിഷം റിസ്വാൻ വക്കീൽ പറഞ്ഞു, തെളിവെല്ലാം കൊണ്ടുവന്ന അന്ന് ഇവൻ എന്നെ പിടിച്ചു കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അത്രക്കും ദയാപരമായ രീതിയിൽ എന്നെ റൂമിലിട്ടടച്ചു, എൻ്റെ കൈകാലുകൾ ബന്ധിച്ചു, എൻ്റെ വായ മൂടിക്കെട്ടി, എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ. പക്ഷേ ഇവൻ അന്നും എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അവൻ സത്യമായിട്ടും അതെനിക്ക് പറയൽ ഇവിടെ നിർബന്ധമാണ്. അവൻ എന്നെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അവനൊന്നും രണ്ടുമല്ല, പല പെണ്ണുങ്ങളോടുമായിട്ടുണ്ട് അവൻ്റെ ബന്ധങ്ങൾ അല്ലേ? എന്നാൽ അവനൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. എന്നാൽ അപ്പോഴേക്കും മറ്റൊരു വക്കീൽ അതാ ജസീറിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നു. ബഹുമാനപ്പെട്ട കോടതി, ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട്. ഇവൻ്റെ അനിയനെന്ന പേരുള്ള അവൻ സഫീർ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ തട്ടിയെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അവളെ ഉപദ്രവിച്ചു, അവളെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചു. അങ്ങനെ ചില കാര്യങ്ങൾ എനിക്കുമുണ്ട് പറയാൻ. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരിക്കൽ പോലും ഇവൻ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. വെറുതെ എന്തെങ്കിലും ഒന്ന് വക്കീലായി ഒന്ന് ഞെളിഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് പറയാൻ ഇവിടെ പറ്റില്ല. ഇത് കോടതിയാണ്. രണ്ട് ഭാഗവും അതെ ജഡ്ജി നോക്കിക്കൊണ്ട് പറഞ്ഞു, റിസ്വാന വക്കീൽ, നിങ്ങൾ തെളിവ് സമർപ്പിക്കണം, അല്ലാതെ ഇതിനിവിടെ പ്രസക്തിയില്ല. എല്ലാത്തിനും തെളിവാണ് വലുത്. ഒരു നിമിഷം റിസ്വാന വക്കീൽ വിചാരിച്ചു, പാവപ്പെട്ട ആ പെൺകുട്ടി, അതെ കാലുകൾക്ക് ശേഷിയില്ലാത്ത ആ പെൺകുട്ടിയെ വീൽ ചെയറിലെടുത്തുകൊണ്ട് അന്ന് കൊണ്ടുവന്നിട്ട് സമ്മതിച്ചില്ല. എത്ര സമയം ഇവിടെ പുറത്തു നിന്നു, എന്നെ വിട്ടില്ലല്ലോ ഇവൻ. ബഹുമാനപ്പെട്ട കോടതി, എനിക്കും ചിലത് പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തെളിവടക്കം ഇവിടെ വന്ന സാഹചര്യത്തിൽ എന്നെ വാദിക്കാൻ ഇവർ സമ്മതിച്ചില്ല. എന്നെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. എന്ത് വന്നാലും വേണ്ടില്ല, തെളിവ് വേണം. എന്നാൽ ആ നിമിഷം തന്നെ അതാ ആഷിക്ക് വിളിക്കുന്നു. ആഷി പുറത്തായിരുന്നു. ആഷി, പിന്നെ എങ്ങനെയെങ്കിലും ഹാദിയെ എത്തിക്കാൻ വേണ്ടി നോക്കണം. ഒരുപക്ഷെ ഇവൻ്റെ ആളുകൾ വഴിയിലുമുണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്നാൽ മറ്റു വഴി തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ആ നിമിഷം തന്നെ ആഷി അതാ അറയ്ക്കൽ തറവാട്ടിലേക്ക് പോകുന്നു. ഉപ്പ ആ മോനെ, പിന്നെ നമ്മുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ജസീറിന് ഒരിക്കലും ജാമ്യം കിട്ടാൻ പാടില്ല. ജസീർ എന്ന് വെച്ചാൽ ക്രിമിനലാണ്. എന്നാൽ കോടതി തെളിവ് ചോദിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന്. അതിനെന്താ മോളെ, വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അതാ നേരെ ഹാദിയയോട് പറയുന്നു. ഹാദിയ ആ നിമിഷം തന്നെ വീൽ ചെയർ തള്ളിക്കൊണ്ട് നേരെ മുകളിൽ ഒരു പർദ്ദ അണിഞ്ഞുകൊണ്ട് നേരെ ആഷിയുടെ കാറിൽ, അതിൽ അവരുടെ ഉമ്മയും ഉപ്പയും കയറി. അങ്ങനെ അതാ എന്തൊക്കെ തന്നെയായാലും അവൻ ഒളിവിലായതുകൊണ്ടായിരുന്ന സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പകുതി വഴിയിലെല്ലാം അവന് ആളുകൾ നിർത്തിയിട്ടുണ്ടാകും. എന്തൊക്കെ തന്നെയായാലും ആഷി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിറങ്ങി നേരെ ഹാദിയുമായി കോടതിയിലെത്തിയ അപ്പോൾ തന്നെ വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ വക്കീൽ പറയുന്നു, എന്താ റിസ്വാന വക്കീൽ, നിങ്ങൾക്ക് തെളിവ് ഹാജരാക്കാനില്ലല്ലേ? ഹാജരാക്കാനില്ലാത്ത സ്ഥിതിക്ക് പ്രതിയെ വെറുതെ വിടുകയാണ്. കോടതിയുടെ വിധി കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി. ഇതുവരെ എത്തിയിട്ടില്ല അവർ. പഠിച്ചോനെ, എന്തു ചെയ്യും? ശരിക്കും റിസ്വാന ഞെട്ടിപ്പോവുകയാണ്. ബഹുമാനപ്പെട്ട കോടതി, ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്നാൽ അപ്പോഴേക്കും എന്താ തെളിവ് സമർപ്പിക്കാനില്ലേ? ഇല്ലാത്ത പക്ഷം കക്ഷിയെ വെറുതെ വിടുന്നതാണ്. വീണ്ടും അതാ ജസീറിൻ്റെ വക്കീൽ ആവേശം കൊടുത്തുകൊണ്ടിരുന്നു. വക്കീലെ, എന്താ ഇവിടെ നടക്കുന്നത്? ബഹുമാനപ്പെട്ട കോടതി, ഒരിക്കൽ പോലും അവർക്ക് തെളിവ് ഹാജരാക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് എനിക്കും ചിലത് പറയാനുണ്ട്. ഇവർ പറഞ്ഞതെല്ലാം പച്ചക്കളവാണ്. എന്നാൽ അപ്പോൾ തന്നെ വിധി നടപ്പിലാക്കുകയായിരുന്നു. ജസീറിനെ വെറുതെ വിടുകയാണ്. കോടതിയുടെ ആ ഒരു ആജ്ഞ ചുറ്റികയെടുത്ത് അതാ മേശയിൽ അടിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്കും വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് ആഷി വരുന്നു.
ഒരു നിമിഷം ജസീറ കാഴ്ച കണ്ട് ഞെട്ടി. എന്ത്? ഹോ, അവളപ്പോൾ ഇവിടെ എത്തി, രക്ഷപ്പെട്ടു. അപ്പോൾ ഇവനാണതിൻ്റെ കക്ഷി. എന്നാൽ ആഷിയെ കണ്ടതും ആഷി ഉസ്താദിനെ കണ്ടതും ശരിക്കും അവൻ ഞെട്ടിപ്പോകുകയായിരുന്നു ജസീർ. അവന് ദേഷ്യം അരിച്ചു കയറി. ആഹാ, നീയാണല്ലടാ അവളെ രക്ഷിച്ചത്. പണ്ടേ എനിക്ക് അറിയായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നുള്ളത്. ഓ, എന്തൊക്കെയായിരുന്നു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. അവൻ മനസ്സിൽ ഓരോന്ന് പ്രാഗിക്കൊണ്ട് പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതി, നിങ്ങൾ പറഞ്ഞ തെളിവിതാ. ഹാദിയെ അതാ റിസ്വാൻ വക്കീൽ തന്നെ ആ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുന്നു. ഈ കുട്ടിയുടെ കാലുകൾ ഒടിച്ച് ഈ നിലയിലാക്കിയത് ഇവനാണ്. എന്നിട്ട് സഫീർ എന്നുള്ള പേരും ഇട്ടു. ശരിക്കും ചെയ്തത് ഇവൻ തന്നെയാണ്. ആ സമയത്ത് സഫീർ നാട്ടിലുണ്ടായിരുന്നില്ല. ഇതാ പാസ്പോർട്ട്. ഇതിലെല്ലാം നോക്കിയാൽ അറിയാൻ കഴിയും. അവൻ്റെ വിസ, ടിക്കറ്റ് എല്ലാം തന്നെ കാണിക്കുകയാണ്. തെളിവുകൾ ഓരോന്നായി നികത്തി. എന്നാൽ ഹാദിയോട് കോടതി ചോദിക്കുന്നു, അല്ല, നിങ്ങളുടെ ഭർത്താവല്ലേ ജസീർ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇതുവരെയായിട്ട്? അവൻ്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനിയൻ സഫീർ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? നിങ്ങളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടോ? പീഡിപ്പിച്ചിട്ടുണ്ടോ? അതെല്ലാം അവളോട് ചോദിക്കുമ്പോൾ ശരിക്കും അവൾ ഞെട്ടിപ്പോയി. ബഹുമാനപ്പെട്ട കോടതി, അതൊന്നും നടന്നിട്ടേ ഇല്ല ഒരിക്കൽ പോലും. എന്നെ സഫീർ രക്ഷിച്ചിട്ടേ ഉള്ളൂ, ഒരിക്കലും ശിക്ഷിച്ചിട്ടില്ല. അവളുടെ ആ വാക്ക് കേട്ടപ്പോൾ കോടതിക്ക് തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. എന്താണിത്? എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയാണോ? അതെ, ഇവള് ചതിയെത്തിയാണ്. ഇവള് എന്നെ ചതിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ പോകാൻ നിൽക്കണ്. ആ കക്ഷിയാണ് ഇവന്. അതൊന്നും ഇവിടെ പ്രസക്തമല്ല. ഇവിടെ എന്താണ് കേസ്? അതിനുള്ള തെളിവാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ഭാര്യ മറ്റൊരുത്തിന് വേണ്ടി ഇഷ്ടത്തിലാണെന്നോ അല്ലെങ്കിൽ അവരൊരുമിച്ച് ജീവിക്കാൻ നിൽക്കണോ ഒന്നും ഇവിടെ പ്രസക്തിയില്ല. ആ കാര്യം ഇവിടെ തെളിവും കേസും ഒന്നുമില്ല. ഇവിടുത്തെ കേസ് ഇതാണ്. നിങ്ങളൊരാളെ ഉപദ്രവിച്ചു, നിങ്ങൾ പറയുന്നു അങ്ങനെ ഇല്ല എന്നുള്ളത്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോടതിയിൽ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. എന്താ കുട്ടിയുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ ഭർത്താവ് അല്ലേ? ഭർത്താവാണ്, പക്ഷേ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഒരു നിമിഷം ജസീർ അത് കേട്ട് ഞെട്ടി. ബഹുമാനപ്പെട്ട കോടതി, എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ മുറിക്ക് പുറത്ത് മാത്രമാണ് നീ എനിക്ക് ഭാര്യ. അതെ, അല്ലാതെ അകത്ത് പോലും എന്നെ ബെഡിൽ പോലും ഇരിക്കാൻ സമ്മതിച്ചില്ല. ബെഡിലേക്കൊന്നിരുന്നപ്പോൾ എന്നെ ചീത്ത പറയുകയായിരുന്നു, എന്നെ മുഖത്തടിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ നീ ഇങ്ങോട്ട് കയറി വന്നത് എന്ന് പറഞ്ഞിട്ട്, നീ ഈ മുറിക്ക് മാത്രമാണ് നീ എനിക്ക് ഭാര്യ, അല്ലാതെ വേറൊന്നും പറയണ്ട. അതായിരുന്നു തണുത്തി വിറച്ച് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് അത് പുറത്തേക്ക് ഇറങ്ങി നിന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ലക്ഷ്യം. പക്ഷേ പകുതി ജീവനായി ഞാൻ ഇന്നിവിടെയുണ്ട്. എന്നെ ഒരുപാട് ഫോളോ ചെയ്തു. പക്ഷേ ഞാൻ എത്ര തന്നെ സൈഡ് കൊടുത്തിട്ടും പോകാൻ വേണ്ടി പറഞ്ഞിട്ട് ഓവർടേക്ക് ചെയ്യാൻ എത്രയോ സ്ഥലം കൊടുത്തിട്ടും അവർ ചെയ്തില്ല. അവർ പിറകെ വന്ന് എൻ്റെ പിന്നാലെ വന്ന് ഉപദ്രവിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ ഒരിക്കൽ പോലും എനിക്കിതിലപ്പുറം ഒന്നും പറയാനില്ല. എനിക്കുറപ്പുണ്ട് ഇദ്ദേഹം തന്നെയാണ് എന്നെ ഉപദ്രവിച്ചത്, എൻ്റെ ഭർത്താവായ ഇദ്ദേഹം. അതിനുവേണ്ട ഒരു കോടതി എവിടെ വേണമെങ്കിലും ഞാൻ പറയാൻ തയ്യാറാണ്. എന്നാൽ അതിൻ്റെ ദൃശ്യങ്ങൾ മറ്റൊരുത്തൻ പറഞ്ഞു തരും. പെട്ടെന്നാണ് അറഫാത്ത് അങ്ങോട്ട് വന്നത്. ബഹുമാനപ്പെട്ട കോടതി, പറഞ്ഞതെല്ലാം കറക്റ്റ് തന്നെയാണ്. ഇതാ ആ ഒരു ദൃശ്യം ഞാൻ പകർത്തിയിരുന്നു. ഇതാണ് ആ ക്ലിപ്പ് കാണിച്ചു കൊടുത്തു. ഇത് ജസീർ തന്നെയാണ്. അതെനിക്ക് നന്നായിട്ടറിയാം. അനിയൻ്റെ ലോറിയും എടുത്തിട്ട് ഭാര്യയെ ഇടിച്ചു കൊന്നാൽ അതൊരിക്കലും അറിയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ തെളിവുകളുണ്ടോ, തെളിവുകൾ. അറഫാത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് ശരിക്കും ജസീർ ഞെട്ടിപ്പോയി. എന്നാൽ തെളിവുകളെല്ലാം ഹാദിയക്ക് അനുകൂലമായതുകൊണ്ടും ജസീറിന് പ്രതികൂലമായതുകൊണ്ടും തന്നെ കോടതി വിധിക്കുകയാണ്. ഇത്രയും വലിയൊരു ക്രിമിനലിനെ ഇനിയും ഇവിടെ പുറത്തേക്ക് വിടുന്നത് ശരിയല്ല. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ വീണ്ടും പറയുകയാണ്. അത് ശരിക്കും റിസ്വാന വക്കീൽ പറഞ്ഞു, സർ, ഇതിന് തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇനിയും അവൻ ഉപദ്രവിക്കാൻ വരും. ഇവളെ ഇനി വെച്ചേക്കില്ല. ഇവളെ ഇനി കൊല്ലാനും ചാൻസ് ഉണ്ട്. ഇവളെ കൂടെ ഉള്ളവനെ എന്താ ചതിക്കുവാൻ വേണ്ടി വിവാഹം കഴിച്ചു. എന്നിട്ട് ഭാര്യയല്ല, ഇവിടെ ഈ റൂമിൽ ഭാര്യയല്ല എന്ന് പറഞ്ഞ് ആ രീതിയിൽ പീഡിപ്പിച്ചു, ഒരുപാട് ഉപദ്രവിച്ച ഈ ഒരു പെൺകുട്ടിക്ക് നീതി കിട്ടണം സാറേ. ഒരിക്കൽ പോലും ഒരാളെ ഉപദ്രവിക്കാൻ ഒരാൾക്ക് അനുവാദമില്ല. എന്ത് തെറ്റ് ചെയ്തതിന്
പേരിലാണ് ഇവളുടെ അവയവങ്ങളിൽ ഇങ്ങനെ ക്ഷതമേറ്റത്? കാലുകൾ മുറിഞ്ഞു പോയത് എന്തുകൊണ്ടാണ്? അവൾക്ക് അതിന് പറയാൻ ഉത്തരമുണ്ടായിരുന്നില്ല. ബഹുമാനപ്പെട്ട കോടതി ഇതിന് തക്കതായ ശിക്ഷ നൽകിയില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെയും ഇതുപോലുള്ള പെൺകുട്ടികൾ ഇവിടെ വീൽ ചെയറിൽ കഴിയേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ക്രിമിനലിനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ജയിലിലേക്ക് മാറ്റണം. റിസ്വാന വക്കീലിൻ്റെ ആ വാക്കുകൾ കേട്ട് ശരിക്കും അവൻ്റെ കണ്ണുകളിൽ നിന്ന് തീപ്പാറി, റിസ്വാന വിടില്ല ഞാൻ നിന്നെ, അവൻ മനസ്സുകൊണ്ട് പറഞ്ഞു. എന്നാൽ കോടതി വിധി പ്രഖ്യാപിക്കുന്നു. എന്തായിരിക്കും കോടതി വിധി പ്രഖ്യാപിക്കുന്നത്? അതോ കോടതിക്ക് ഇനി വല്ല കൈക്കൂലിയും കൊടുത്ത് അവനെ സെറ്റാക്കിയിട്ടുണ്ടോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ജസീർ ജയിലിലേക്കോ അതോ വീട്ടിലേക്കോ? ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.